Good morning, ma'am. Good morning. Good morning. Good morning. മാഡം ഒരു ചായ പറയട്ടെ? ചായ എടുത്തോളൂ രമൽ. ഓക്കെ മാഡം. മാഡം ചായ. അടുത്തതായി നമ്മുടെ പ്രസിഡന്റ് ശ്രീ നാരായണൻ മാസ്റ്റർ. ഈ ഭരണസമിതി നിലവിൽ വന്ന ശേഷം നമ്മൾ നടത്തിയ ഒരുപാട് ജനോപകാരപ്രദമായ പരിപാടികൾക്ക് പുരോഗമനപരമായ പല നൂതന ആശയങ്ങൾ അവതരിപ്പിക്കുവാനും അവ നമ്മയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും അവർക്കുള്ള കഴിവ് അപാരമാണ്. ജില്ലയിലെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയെടുക്കുന്നതിൽ അവർ നൽകിയ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. എൻ്റെ വ്യക്തിപരമായ പേരിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലും ഇനിയുള്ള വിശ്രമ ജീവിതത്തിൽ ശ്രീകല മാഡത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിയമപരമായും മനുഷ്യത്വപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശ്രീകല മാഡത്തിൻ്റെ കഴിവ് അപാരം തന്നെയാണ്. ഇനിയുള്ള വിശ്രമ ജീവിതത്തിൽ മാഡത്തിന് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഒപ്പം മറുപടി പ്രസംഗത്തിനായി ശ്രീകല മാഡത്തിനെ ക്ഷണിക്കുന്നു. മുപ്പത്തിരണ്ട് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിലെ ഒരു ഓഫീസിലെ അവസാനത്തെ ചായ ഇന്ന് കുടിച്ചു. ആ ചായ കൊണ്ടുവന്ന കുട്ടിയടക്കം എന്റെ മുൻപിൽ അപേക്ഷകളുമായി വന്ന ഓരോരുത്തരും, കൂടെ ജോലി ചെയ്തവരും, ഈ വേദിയിലിരിക്കുന്ന സാമൂഹിക വ്യക്തിത്വങ്ങളടക്കമുള്ള ഈ വിശാലമായ ലോകത്തായിരുന്നു ഇതുവരെ. എല്ലാവരെയും പോലെ ഈ ലോകം വിട്ടു പോണല്ലോ ഞാൻ. ഇനി ഞാൻ എന്റേതായൊരു ദ്വീപിലേക്ക് പോവുകയാണ്. ഇതുവരെ കണ്ടുപെരുമാറിയ മനുഷ്യരാരും കൂടെയില്ല എന്നുള്ളത് സങ്കടം ഉണ്ടാക്കും. പക്ഷേ പോയല്ലേ പറ്റൂ. എല്ലാവർക്കും നന്ദി. നന്ദി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു.
6 മാസമാകുന്നു പോയിട്ട്. ഞാൻ മരിച്ച നീ കരയരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ ജീവിതത്തിലെ തണൽ മരങ്ങളിലൊന്ന്. ആ വന്നോ? ആ, പരിപാടിയൊക്കെ നന്നായിരുന്നു ചേച്ചി. എവിടെ? എല്ലാവരും വന്ന് ശ്രീകലെ തള്ളി മറിക്കായിരുന്നു. ബോറു പരിപാടി. അതെന്താ? ചത്തുപോയവരെ കുറിച്ച് നല്ലത് പറയണമെന്നാണല്ലോ. ചേച്ചി ചായ. ആ, ആ സുമതി, ഉം, 1 മിനിറ്റ്. എന്താ ചേച്ചി? ഉം. സുമതി ഇത് കയ്യിൽ വെച്ചോ. ചേച്ചി ശമ്പളത്തിന് സമയമൊന്നും ആയില്ല. അതൊന്നും സാരമില്ല, കയ്യിൽ വെച്ചോ. ഉം. നാളെ മുതൽ പലതും നഷ്ടപ്പെടുന്ന ദിവസമാ. നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ കൈവിട്ടു പോയതും വീണ്ടെടുത്തതും ഏറെയാ. സത്യത്തിൽ എവിടെ നിന്നാ പിരിയുന്നത്? എന്റെ സ്വപ്നങ്ങളിൽ നിന്നോ അതോ സങ്കല്പങ്ങളിൽ നിന്നോ? അതുമല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്നോ? ആർക്കും ആരെയും അധിക നാള് ഒരു സ്ഥലത്തും പിടിച്ചു നിർത്താൻ കഴിയില്ലല്ലോ. മുൻകൂട്ടി തയ്യാറാക്കി നടപ്പിലാക്കാൻ പറ്റിയ സ്കീമല്ലല്ലോ ജീവിതം. വാടക വീടാണെങ്കിലും കഴിഞ്ഞ 3 വർഷമായി എൻ്റെ എല്ലാ കുരുത്തക്കേടുകൾക്കും കൂട്ടുനിന്ന വീട്. എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഏതാണ്ടും എഴുതി തീർത്തതും ഇവിടെ വച്ച. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം രേഖപ്പെടുത്തിയത് ഇവിടെ വച്ചാണെന്ന് പറയാം.